മാനം ഇനി എവിടുന്നാ കിട്ടുക? സ്വന്തം ചോരയാണെന്നെങ്കിലും കരുതിക്കൂടായിരുന്നു നിനക്ക്? കരുതിയില്ലല്ലോ. ഇപ്പൊ സജി പറയുന്നല്ലേ നിനക്ക് വേദപുസ്തകം. ഇവിടെ ഒരുത്തന്നെ ഉണ്ടല്ലോ, അവന് ഊരു ചുറ്റി നടന്ന കാലത്ത് ഇവിടെ സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ നശിപ്പിക്കാൻ ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുക. അതെങ്ങനെയാ? ഒപ്പന്റെ മോനല്ലേ? ഒരാള് മദ്യത്തിൽ മുങ്ങി മരിച്ചു, ഇനി മോനായിട്ട് എന്തിനാ കുറയ്ക്കുന്നേ? കഞ്ചാവും ചരച്ചില്ലെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റില്ലല്ലോ. സ്റ്റീഫൻ ചേട്ടൻ വിളിച്ചിരുന്നു. അവരും കണ്ടു നിന്റെ സജിൻ ഫിലിപ്പിന്റെ പ്രോഗ്രാം. തേനിക്കാടൻ ഫാമിലിക്ക് ഇനി ഈ വീടുമായി ഒരു ബന്ധവും വേണ്ടെന്ന്. എന്നെങ്കിലും ഒരിക്കൽ ചേട്ടൻ എന്നെ വിളിച്ചോണ്ട് പോകുന്നു കരുതിയതാ. ഇനിയിപ്പോ നിങ്ങളുടെയൊക്കെ വിചാരം ഞാനിത് മനഃപൂർവ്വം ചെയ്തതാന്നാ? റോബിച്ചാൻ അങ്ങനെ ഒരു അപകടത്തിലേക്ക് വീഴ്ത്തുവോ ഞാൻ? സജി പറഞ്ഞ നീ അതിനപ്പുറം ചെയ്യും, എനിക്കറിയാവടി. ഇനി എന്താ വേണ്ടത് നിനക്ക്? ഇവിടെ ഞങ്ങൾ രണ്ടുപേരോടുണ്ട്. എന്തെങ്കിലും അവാദം പറഞ്ഞു പരത്ത്. പ്രശസ്തയാവട്ടെ നീ നിന്റെ അവനും. മമ്മി, ഞാൻ പറയുന്നത് വേണ്ട, വിശദീകരിക്കണ്ട. ഇനി ഈ പ്രശ്നത്തിന്റെ പേരും പറഞ്ഞ് ഇവിടെ ഇറങ്ങിപ്പോയാലും നിനക്ക് സജിക്ക് സുഖമായിട്ട് ജീവിക്കാലോ. ഇവിടെ പെറ്റതള്ളയും ചേച്ചി ചത്താലെന്ത് ജീവിച്ചാലെന്ത്? ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എന്തിനാ വെറുതെ വിശ്വസിക്കാം? നീ എന്ത് പറഞ്ഞാലും ഞങ്ങളിപ്പോ വിശ്വസിക്കണമല്ലോ. നീയാണല്ലോ ഞങ്ങൾക്ക് ചെലവിനൊന്ന് പുലർത്തുന്നത്. വേണ്ട, വിശ്വസിക്കണ്ട. എന്റെ പ്രയാസങ്ങളൊന്നും ആരും അറിയുന്നില്ലല്ലോ. ഒക്കെ ചെയ്തു വെച്ചിട്ട് ഒരാളിപ്പോ മുനിയെ പോലെ ഇരിക്കുന്നുണ്ടല്ലോ. ഒന്നും പറയാതെ ഞാൻ ഈ കേൾക്കുന്നൊക്കെ കേട്ടോട്ടെ എന്ന് വെച്ച്. എന്താ ഞാനിനി വേണ്ടത്? സജി ഒരു TV പ്രോഗ്രാം ചെയ്തതിന്റെ പേരില് ഞാനിനി ചാവണോ? മായ, ഞാൻ വന്നത് നിങ്ങൾക്കൊക്കെ ഒരു ദുരിതമായിപ്പം അല്ലേ? പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. വിശ്വസിപ്പിക്കാം എന്നെനിക്കൊരു മോഹമില്ല. എന്നാലും നിന്നോട് പറയണമെന്ന് തോന്നി. ബറോഡയിൽ വെച്ച് പരിചയപ്പെട്ട ഒരു സ്നേഹിതനുണ്ടായിരുന്നു, ആൻഡോ. അവനോടാ അത്യാവശ്യം കടം വാങ്ങാറുണ്ടായിരുന്നത്. ഇപ്പോഴവൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് ഒന്ന് കാണാൻ പോയതാ. അല്ലാതെ ഇവിടെയുള്ളവർ കരുതുന്ന പോലെ എനിക്ക് ആ മയക്കുമരുന്ന് റാക്കറ്റുമായി ഒരു ബന്ധവുമില്ല. ഒരുപാട് കടങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഇതൊരാശ്വാസമെന്ന് കരുതി. കിട്ടിയതുമില്ല. നമ്മുടെ കുടുംബത്തിന് ഒരു ചീത്തപ്പേര് കിട്ടിയത് മാത്രം ബാക്കി. മറ്റാർക്കും നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നും ഓർത്ത് വിഷമിക്കരുത്. ഉറങ്ങിക്കോ, നേരം കുറയായി. നാളെ പോകണ്ടല്ലോ നിനക്ക്? ഉപദ്രവിച്ച് മതിയായില്ലേ? ഇനിയും എന്റെ റോബിച്ചായനെ കൊലയ്ക്ക് കൊടുത്തിട്ടും തൃപ്തിയായില്ലേ സജിക്ക്? ഇനി എന്താ വേണ്ടത്? എന്തു പറഞ്ഞാലും ആരും ഒന്നും വിശ്വസിക്കാത്ത അവസ്ഥയായിപ്പോ. എന്നാലും വേണ്ട,
പറയണ്ട, ഒന്നും പറയണ്ട. പപ്പ പോയപ്പോ ഞങ്ങൾക്കൊരു സമാധാനം പോലെ കിട്ടിയതായിരുന്നു റോബിച്ചേട്ടൻ. എത്ര കാലം പിടിച്ച് പറഞ്ഞതാ ഞാൻ ആ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യല്ലേന്ന്. കേട്ടില്ലല്ലോ. ഞാൻ GM-നോട് പറഞ്ഞതാ. നോണ പറയണ്ട. പറഞ്ഞിരുന്നെങ്കിൽ, എന്റെ ഇച്ഛനാണതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കേക്കില്ലായിരുന്നു GM. അറിയൂ സജിക്ക്, ആ പ്രോഗ്രാമുമായിട്ട് എന്റെ റോബിച്ചേന് ഒരു ബന്ധമില്ലായിരുന്നു. സമാധാനിപ്പിക്കാൻ ഒരു വാക്ക് പോലും ഇപ്പൊ എന്റെ കയ്യിലില്ല. വേണ്ട, എന്തിനാ വാക്ക്? പ്രവൃത്തി കൊണ്ട് ഇഷ്ടം പോലെ സമാധാനം തന്നിട്ടുണ്ടല്ലോ ഞങ്ങൾക്കൊക്കെ. അത് തന്നെ ധാരാളം. പ്ലീസ് അജി, എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടൂ. കൂട്ടുകൂടിക്കോ, അവനോട് ഇനിയും കൂട്ടുകൂടിക്കോ. കുടുംബത്തോടെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലോ. മമ്മി, ഒരാളെ കൊലക്ക് കൊടുത്തോണ്ട് മതിയായില്ലെങ്കിൽ ഇനിയും TV-യിൽ ഓരോന്നുണ്ടായിക്കോ. പേരും പ്രശസ്തിയും വേണമല്ലോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് നിങ്ങൾക്കും. എന്തൊക്കെയാ മമ്മി ഈ പറയുന്നത്? എന്താ മമ്മിക്ക് ഇനിയൊന്നും പറയാനും അധികാരമില്ലേ ഇവിടെ? ഒക്കെ നിശ്ചയിക്കുന്ന നിങ്ങളാണല്ലോ. റോബിയും കൂടെ പോയപ്പോ സൗകര്യമായല്ലോ. എനിക്കറിയില്ല എന്താ പറയണ്ടെന്ന്. പറഞ്ഞോ, എന്തു വേണമെങ്കിലും പറഞ്ഞോ. കേൾക്കാൻ ബാധ്യസ്ഥനാണല്ലോ ഞങ്ങള്. അവൻ പറഞ്ഞ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്നേ. ആരും ഒന്നും മനസ്സിലാക്കുന്നില്ല പപ്പ. ആർക്ക് വേണ്ടിയാ ഞാൻ സജിയെ വെറുപ്പിച്ചത്? ആർക്ക് വേണ്ടിയാ ഞാൻ സജിയോട് മത്സരിച്ചത്? പപ്പ ഉണ്ടായിരുന്നെങ്കിൽ പപ്പയോട് പറയായിരുന്നു. ഇപ്പൊ പപ്പയുടെ പിന്നാലെ തന്നെ റോബിച്ചായിട്ടും പോയില്ലേ? ഞാൻ ഒറ്റയ്ക്കായി പോയില്ലേ പപ്പ? ഒരാശയില്ലാത്തവളായി പോയില്ലേ? ഒരു പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യരുതെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നു. എന്തുണ്ടായി? വളരെ റിസ്ക് എടുത്ത് ചെയ്തതായിരുന്നു ഞാൻ ആ ഡ്രഗ് പ്രോഗ്രാം. എന്നിട്ടും അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടാവുമെന്ന് സാറ് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. ചെയ്തില്ല സാറ്. ഓ, ആ പ്രോഗ്രാം അത് ഞാൻ അന്നേ പറഞ്ഞാണല്ലോ. പ്രിവ്യൂ കമ്മിറ്റി മുഴുവൻ ശക്തമായി റെക്കമെൻഡ് ചെയ്ത ആ ടെലികാസ്റ്റ് ചെയ്യാൻ. അതെ, നിങ്ങൾക്കൊക്കെ അത്രയ്ക്ക് മാത്രമേ ചിന്തിക്കാനുള്ളൂ. കമ്പനിയുടെ കാര്യം മാത്രം. മനുഷ്യബന്ധങ്ങൾ തകരുന്നതിനെ കുറിച്ച് ഒരു ചിന്തയില്ല. ആ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു. ഒരു നിരപരാധി. മറ്റാരുമല്ല, ഇവിടെ ജോലി ചെയ്യുന്ന മായയുടെ ചേട്ടൻ. ഞങ്ങൾ ജോയിൻ ചെയ്യാമെന്ന ദിവസം സാറ് ചോദിച്ചിരുന്നു മായ ഞാനും തമ്മിൽ ഫ്രണ്ട്സ് ആണോ എന്ന്. പറഞ്ഞു കുഴപ്പമുണ്ടാന്ന് കരുതി ഞാൻ പറഞ്ഞു ഞങ്ങൾ പരസ്പരം അറിയില്ലെന്ന്. പക്ഷേ മായ എന്റെ ഫ്രണ്ട് മാത്രമായിരുന്നില്ല, അതിനും അപ്പുറമായിരുന്നു. മായയുടെ പപ്പ മരിച്ചപ്പോ ആ കുടുംബത്തിനോട് താങ്ങായി വന്നതായിരുന്നു റോബർട്ട്. ഇപ്പൊ അയാളും പോയി. ഞാൻ കാരണം. മായ ഇപ്പൊ എന്നെ വെറുക്കുക. ഒരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ഇത്രയ്ക്ക് ക്രൂരനും സ്വാർത്ഥനുമായല്ലോ എന്ന് ധരിച്ച്. വേണ്ട, എനിക്ക് വേണ്ട ഈ ജോലി. അത് പറയാനാ ഞാനിപ്പോ വന്ന്. എന്റെ റെസിഗ്നേഷൻ. നല്ലപോലെ ആലോചിച്ചിട്ടാണോ താൻ ഈ ജോലി ഉപേക്ഷിക്കുന്നത്? എനിക്കൊന്നും ആലോചിക്കാനില്ല ഇനി. ആർക്കു വേണ്ടിയാണ് ഞാൻ ആലോചിക്കേണ്ടത്? ഈ കമ്പനിക്ക് വേണ്ടിയോ? എനിക്ക് വേണ്ടിയോ? അതോ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാനിടയില്ലാത്ത ഒരു സ്നേഹത്തിന് വേണ്ടിയോ? ആലോചിക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. അന്ന് സാറിനെ സഹായിച്ചില്ലല്ലോ. GM ആയിട്ട് എന്തായിരുന്നു? ഒന്നുമില്ല. അങ്ങനെ ഒഴിഞ്ഞു മാറി പോവാൻ വരട്ടെ, പറ എന്താ ഉണ്ടായത്? ജോലി ഞാൻ രാജിവെച്ചു. എന്ത് വിഡിത്ത സജി പറയണേ? പ്രൊബേഷൻ കഴിയാറായ നേരത്ത് എല്ലാ ചാൻസും തനിക്ക് അനുകൂലമായിട്ട് നിൽക്കുമ്പോ എന്താ ഇത്? വേണ്ട, മായയെ വേദനിപ്പിച്ചിട്ട് കിട്ടുന്ന ജോലി എനിക്ക് വേണ്ട. ഈ ജോലി എനിക്ക് അർഹതയില്ലാത്തതാ. ഒരൊറ്റ ദിവസം പോലും സമാധാനമായിട്ട് കഴിയാൻ പറ്റില്ല എനിക്കിവിടെ. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. യാഥാർത്ഥ്യമാവുമെന്ന് കരുതിയ സ്വപ്നങ്ങൾ പെട്ടെന്ന് അതൊക്കെ ഇല്ലാതായപ്പോ. സജി, എന്താ ഇത്? നമ്മളാരും പ്രതീക്ഷിച്ചില്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. തന്റെ ഈ അവസ്ഥയ്ക്ക് ഞാനും കൂടെ കാരണമാണെന്നറിയുമ്പോ. വേണ്ട, ഒന്നും പറയണ്ട. എനിക്ക് ആരോടും പരിഭവമോ പരാതിയോ ഇല്ല. ഞാൻ പോട്ടെ. ആരോടും ഒരു യാത്ര പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ.
ബാഗും തൂക്കി ഇങ്ങോട്ട്? ആ ജനറൽ മാനേജർ വിളിച്ചു പറഞ്ഞപ്പോ എന്റെ നല്ല നാവങ്ങ് ഇറങ്ങിപ്പോയി. എടാ, ആർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാത്ത മന്ത്രിയെ കൊണ്ടുവരാൻ ഞാൻ പറയിച്ചു. എന്തിനാ? നിനക്ക് വേണ്ടി. നീ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത് കാണാൻ വയ്യാഞ്ഞിട്ട്. യവനുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒപ്പിടാനിരിക്കായിരുന്നു. അപ്പോഴല്ലേ എല്ലാം വലിച്ചെറിഞ്ഞ് പോകുന്നത്. യവന് ജോലി പുല്ലല്ലേ, പുല്ല്. അവിടെ എന്നെ തുടർന്നുകൊണ്ട് പോകാൻ എന്നെ കൊണ്ട് വയ്യ. അതുകൊണ്ടാ. വയ്യ അതിനെന്താ? ഒരു ജോലിയും ചെയ്യാണ്ട് കഴിഞ്ഞുകൂടാനുള്ള സ്വത്ത് അവന്റെ അപ്പൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആരും മനസ്സിലാക്കാത്ത എന്താ? ഞാൻ കാരണം ഒരാൾ ആത്മഹത്യ ചെയ്തു. വല്ലവനും ചത്തേന് നിനക്കെന്താ? വല്ലവനോ? മായയുടെ ചേട്ടൻ ഇപ്പം നിങ്ങൾക്കെല്ലാം അന്യനായോ? നീ അധികം ഒന്നും സംസാരിക്കണ്ട. മായയുടെ വീട്ടുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഞങ്ങൾക്കറിയാം. അവൾക്ക് ഈ ജോലി അത്യാവശ്യമാ. അതിനിപ്പോ അവളുടെ ചേട്ടന്റെ മരണം ഒരു കാരണമായി നീ കണ്ടെത്തിയെന്നേ ഉള്ളൂ. ജോലി രാജിവെച്ചപ്പം ചത്തവൻ തിരിച്ചു വന്നോ? ഇല്ലല്ലോ. ഇച്ചായ, വല്ലാത്തൊരു മാനസികാവസ്ഥയല്ലേ ഞാനിപ്പോ. ഇവിടെന്തെങ്കിലും അല്പം സമാധാനം അല്ലെങ്കിൽ ഒരു ആശ്വാസ വാക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നീ എന്താ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാത്തത്? ഇത്രയും കാലം ഈ മാത്തുക്കുട്ടിയോട് പോലും നിന്റെ ഭാഗം പറഞ്ഞ് വഴക്കുണ്ടാക്കിയവനാ ഞാൻ. അതിന്റെ ശിക്ഷ നീ എനിക്ക് തന്നു, കേസും കോടതിയായിട്ട്. ഇനി നീ ഉണ്ടാക്കിയ കടം നീ എങ്ങനെ വീട്ടാനാ? ഓ, അപ്പൊ അതാണല്ലേ കാര്യം. ഞാൻ ഉണ്ടാക്കിയ കടം, പിന്നെ മാസാമാസം ഇവിടെ തന്നിരുന്ന കാശ്, അതും പെട്ടെന്നില്ലാതായപ്പോ ഞാൻ വേണ്ടാതായി അല്ലേ? എന്റെ കാര്യം ഓർത്ത് ഇനി ആരും വിഷമിക്കണ്ട. ഞാൻ ഉണ്ടാക്കിയ കടം ഞാൻ തന്നെ വീട്ടിക്കോളാം. എങ്ങനെ വീട്ടുമെന്നാ നീ പറയുന്നത്? എങ്ങനെയെങ്കിലും. എടാ, നീ കാശ് ചോദിച്ചാൽ തരാൻ ഒരാളെങ്കിലും ഉണ്ടോ? ഒരു പോക്കിനും വകയില്ലാത്ത കുറെ അലവലാതി കൂട്ടങ്ങളെ ഉള്ളൂ ഇവന്. അതെ, അവർക്ക് പണമില്ലെങ്കിലും ഇവിടെ ഉള്ളവരെക്കാളും നല്ല മനസ്സുണ്ട്. എന്നാ അവരോട് പോയി താമസിച്ചോ നീയും? എനിക്കിപ്പോ അതല്ല പേടി. ആ മയക്കുമരുന്ന് പ്രോഗ്രാമിന്റെ വല്ലവരും പ്രതികാരത്തിന് വരുമെന്നാ. അതോർത്ത് ആരും വിഷമിക്കണ്ട. നിങ്ങൾക്കൊരു ഉപദ്രവവും ഞാൻ മൂലം ഉണ്ടാവില്ല. ഞാനിവിടെ നിന്നാലല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവൂ. ഞാൻ പോകുന്നു. ഞാൻ എടുത്ത കാസറ്റ് കണ്ടിട്ട് മന്ത്രി എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അപ്പൊ ഞാൻ അങ്ങ് ചിരിച്ചുപോയി. മായോടെ നിൽക്കൂ, ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരാൻ. എന്താ ഇത്ര താമസിച്ചത്? ഞങ്ങൾ എത്ര നേരമായിട്ട് കാത്തിരിക്കായിരുന്നു അല്ലേ? എന്താ വിശേഷിച്ച്? ആ, വിശേഷമൊക്കെ പറയാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷന്റെ ആവശ്യമുണ്ട്. ഇവിടെ ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്. ചിലർക്കെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരാൾക്ക്. അയാളുടെ കീഴിൽ ആര് അപ്രന്റീസായി വന്നാലും ജോലി ഉറപ്പാവുമെന്ന്. എന്നാൽ ആ ധാരണ ഇവിടെ തെറ്റി. എന്റെ കൂടെ അപ്രന്റീസായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ് മായ സക്രിയയ്ക്ക് ഇവിടെ ജോലി സ്ഥിരമായ കാര്യം എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. ഒരു വർഷം നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടും യാത്ര ചോദിക്കാനുള്ള മര്യാദ പോലും കാണിക്കാതെ പോയ ഒരാളുണ്ട്, സജി. നമ്മളെയൊക്കെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടായിരിക്കും സജി മുങ്ങിയത്, പ്രത്യേകിച്ച് മായ മാഡത്തിന്. പിന്നെ ഈ വൈറ്റിലെ സാറിനെ. ഇനി എന്റെ ഒരു സന്തോഷത്തിന് എല്ലാവരും ഇങ്ങ് അടുത്ത് വന്നേ. കൺഗ്രാചുലേഷൻസ്. ഇവിടെ എന്റെ അഭിനന്ദനം മാത്രമേ ബാക്കിയുള്ളൂ എന്നറിയാം. അതില്ലാത്തോണ്ട് ഇനി ഒരു കുറവ് വേണ്ട. ചേട്ടാ, ഞാൻ വേണ്ട. പറയാൻ വരുന്നത് എന്താണെന്ന് എനിക്ക് ഊഹിക്കാം. ഇവിടെ എല്ലാവരെയും കബളിപ്പിച്ച് രണ്ടാളും ചേർന്നുള്ള നാടകാസ്ഥലായി. അതിപ്പോഴും അറിയാത്തവരാ അപ്പുറത്ത് ആഘോഷിക്കുന്നത്. ആഘോഷങ്ങളൊന്നും എന്റെ അറിവോടെയല്ല. അറിയാം. ആഘോഷിക്കാൻ മനസ്സ് സമ്മതിക്കണ്ടേ? ഒരുമിച്ച് ജീവിക്കണമെന്ന് ആശിച്ച് ഒരുപാട് സ്നേഹിച്ചു നിങ്ങള്. പക്ഷേ ഇടയ്ക്ക് സ്വന്തം ബാധ്യതകൾ തലയിൽ വന്ന് വെട്ടപ്പോഴ് പരസ്പരം തെറ്റിദ്ധാരണകളായി. രണ്ടാളുടെ ശരിയും തെറ്റും രണ്ടു വഴിക്കായി. മായക്കറിയോ, ഇപ്പൊ താൻ കൈപ്പറ്റിയ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഉണ്ടല്ലോ, അത് കിട്ടേണ്ടത് അവനായിരുന്നു. അവൻ രാജിവെച്ച് ഇറങ്ങിപ്പോയത് കൊണ്ടാ മായക്ക് ഈ ജോലി കിട്ടിയത്.
പരസ്പരം ജയിക്കാൻ മത്സരിച്ച നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തോറ്റുപോകുമെന്നായിരുന്നു എന്റെ പേടി. വാശിയോടെ വെട്ടിപ്പിടിക്കുന്ന ഈ ജോലിയും വരുമാനവും ഒക്കെ നഷ്ടമായ ചിലപ്പോ സ്വന്തം വീട്ടുകാർ പോലും ഉണ്ടാവില്ല കുട്ടി. മറ്റെന്തിനൊക്കെ വേണ്ടിയിട്ടായാലും നിങ്ങൾ രണ്ടാവരുത്. സച്ചി എവിടേക്കാ പോയതെന്നറിയോ? ഇല്ല, എവിടേക്കാ പോണേന്ന് എന്നോട് പറഞ്ഞില്ല. പക്ഷേ ഒരുപാട് വേദനിച്ച അവ ഇവിടുന്ന് പോയത്. ആ ഡയലോഗ്സ് എല്ലാം പഠിപ്പിച്ചു കൊടുത്തല്ലോ. പഠിപ്പിച്ചു കൊടുത്തു. റെഡിയല്ലേ? ആ ശശി, ആ ഫീൽഡിൽ നിൽക്കുന്നത് പിടിച്ച് മാറ്റ്. ആ ശരി, അങ്ങോട്ട് മാറ്റിയത്. ആ കട്ടർ സ്റ്റാൻഡ് എടുത്ത് മാറ്റണം. പ്രേമിനാഥാണ് അവിടെ കട്ടർ സ്റ്റാൻഡ് ഒക്കെ വെച്ചോണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ ഒരു ബോർഡ് വയ്ക്കാൻ 1/2 മണിക്കൂറായില്ല പറഞ്ഞിട്ട്. ഇപ്പൊ വയ്ക്കാം. ആ പെട്ടെന്ന് പോയി. ഉണ്ണി രവി രണ്ടുപേരും റെഡിയാണോ? നമുക്ക് റിഹേഴ്സൽ നോക്കാം. ഹലോ, മതി മതി. ഇവിടെ റെഡി സാർ. ആക്ഷൻ. ഇതാരായി ഫീൽഡിലേക്ക് കയറി വരുന്നത്? നിങ്ങളോടൊക്കെ എത്ര തവണ പറഞ്ഞതാ നോക്കിക്കോണോന്ന്. അവിടെ ഒരാളെ നിർത്തിയതാ. നിർത്തി. അറിഞ്ഞുകൊണ്ട് ഞാനൊരു മാപ്പ് പറയാനാ വരുന്നെങ്കിൽ വേണ്ട. ഇതിപ്പോ ആരാ ആദ്യം മാപ്പ് പറയേണ്ടത് ക്ഷമിക്കേണ്ടത് എന്ന കൺഫ്യൂഷനില്ല. എന്തായാലും താൻ വന്നല്ലോ, എനിക്ക് സന്തോഷായി. അളിയാ, ഇത് നമുക്ക് മായ നായികയാക്കാം. എവിടെ പറഞ്ഞുവിടാം. ഇല്ലടിയാ, അഭിനയം നിർത്തി. ഇനി ഞങ്ങൾ അല്പം ജീവിക്കാൻ പോവാം. അത് ശരി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്നായല്ലേ? ഇനിയിപ്പോ നമ്മളെന്തിനാ നോക്കി നിൽക്കുന്നത്? പോണാ. എല്ലാരും റെഡിയാൻ പറ. തളിരിട്ടോ ഓർമ്മകൾ പൂവിട്ടോ ഓമനാളുടെ ചെമ്മരിയാടുകൾ മേയണ കുന്നിനു പേരിട്ടോ അവളും ഞാനും നട്ടുവളർത്തിയൊരത്തിമരത്തിൽ കായുണ്ടോ കനിയുണ്ടോ? ഒലിവു തളിരിട്ടോ ഓർമ്മകൾ പൂവിട്ടോ ഓമനാളുടെ ചെമ്മരിയാടുകൾ മേയണ കുന്നിനു പേരിട്ടോ അവളും ഞാനും നട്ടുവളർത്തിയൊരത്തിമരത്തിൽ കായുണ്ടോ കനിയുണ്ടോ? ഒലിവു തളിരിട്ടോ ഓർമ്മകൾ പൂവിട്ടോ